ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു പ്ലേയിങ് 11. സോ ചാമ്പ്യൻസ് ട്രോഫി ഫസ്റ്റ് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലാൻഡ്. പാകിസ്ഥാൻ 1996 ശേഷം ഫസ്റ്റ് ആയിട്ട് ഒരു ICC ഇവന്റ് ഹോസ്റ്റ് ചെയ്യാണ് 29 വർഷത്തിന് ശേഷം. സോ ദയനീയമായിട്ടൊരു തോൽവി ഫസ്റ്റ് മാച്ചിൽ തന്നെ. സോ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഗസ്റ്റ് റംഷാദിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് റംഷാദ്. പറയൂ എന്താ കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളി ഏകപക്ഷീയമായ മത്സരമായിരുന്നു. പിന്നെ പാകിസ്ഥാൻ ഒരു തരത്തിലും പൊരുതാതെ കീഴടങ്ങി ഈ മത്സരത്തിൽ. അതെ, അതാണ് നമുക്ക് തോന്നി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 96 ശേഷം ഇതൊരു ICC ഇവന്റ് ഹോസ്റ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ എങ്ങനെയാണ് ക്രിക്കറ്റ് മോറോവർ സ്പോർട്ട് ഒരു കൾച്ചറാണ്, അതുപോലെ തന്നെയാണ് പാകിസ്ഥാനും. അതിനോട് ഒറ്റ കുറവല്ല. പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ക്രേസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കാണ്. ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടോ അത്രയും തന്നെ പാകിസ്ഥാനിലുണ്ട്. അപ്പൊ അവിടുത്തെ കാണികൾക്ക് അങ്ങനെ ഒരു 28 ഒരു 30 വർഷത്തിന് ശേഷമൊക്കെ ഒരു ICC ഇവന്റ് അവർക്ക് കിട്ടുമ്പോ അതില് എന്താ പറയാ, ഇങ്ങനെ ദയനീയമായിട്ട് തോക്കുന്നത് അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ, ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. സ്പോർട്സ് പ്രേമികൾ ഒരു രീതി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് പൊരുതിയിട്ടാണ് തോക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് പറയാം ഒക്കെ ഒരു നല്ലൊരു മാച്ച് കാണാൻ പറ്റിയിരുന്നു. ടോട്ടലി ന്യൂസിലാൻഡ് എല്ലാ രീതിക്കും ഔട്ട്പ്ലേ ചെയ്തു. ഇനീഷ്യലി 10 ഓവർ മാത്രമേ പാകിസ്ഥാൻ കളിയിൽ ഉണ്ടായിട്ടുള്ളൂ. സ്പെല്ല് കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ കംപ്ലീറ്റ്ലി കളിയിൽ നിന്ന് ഔട്ടായി പോയി. തരത്തിലും മത്സരത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ആ കളിയിൽ ആകെ മൊമെന്റ് എന്ന് പറയുന്നത് 2 ബോളാണ്. നസീം ഷാന്റെ ആ ബോളും കെയ്ൻ വില്യംസൺ എടുത്തിന് ആ വിക്കറ്റും, അതുപോലെ തന്നെ കോൺവേയുടെ വിക്കറ്റും. ആ ബോളിൽ നല്ല സ്ലൈഡർ ആയിരുന്നു അബ്രാറുടെ. അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് അവരുടെ വ്യക്തമായിട്ടുള്ള പ്ലാൻ അവരിൽ വന്നു. വ്യക്തമായിട്ടുള്ള പ്ലാൻ അവര് എന്താ പറയാ ഔട്ട്പ്ലേ ചെയ്തു. സ്കില്ല് കൊണ്ടും ടെക്നിക്ക് കൊണ്ടും അവര് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണോ ടീമിനെ കൊണ്ടുപോകേണ്ടത്. ഒരു ഫസ്റ്റ് 10 ഓവറിൽ ഒരു 45 റൺ വന്നു. പതുക്കെ ഒരു 40 ഓവർ വരെ ഒരു 200 റൺ, 205 റൺ, 204 റൺ എന്തോ ആയിരുന്നു. ശേഷം വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. അതിന് വിക്കറ്റ് കയ്യിലുണ്ട് ഗ്ലെൻ ഫിലിപ്പിനെ പോലുള്ള ഒരു അഗ്രസീവ് പ്ലെയർ വന്ന് കളി ഫിനിഷ് ചെയ്ത് വിട്ടു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വില്യം എന്ന് പറഞ്ഞ പ്ലെയർ, സെഞ്ചുറി അടിച്ച ഇന്നത്തെ പ്ലെയർ, രജിൻ രവീന്ദ്ര ഉള്ള ആൾക്ക് അവസാന നിമിഷത്തിൽ പരിക്കേറ്റ സമയത്താണ് അയാൾ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അയാൾ ആ അവസരം കൃത്യമായി വിനിയോഗിച്ചു ആ സമയത്ത്. അത് നമ്മള് പ്രിവ്യൂല് ഞാനും റോഷനും ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അതായത് രച്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ്. പക്ഷെ ഇന്ത്യയിൽ വന്ന് അവര് ടെസ്റ്റ് വിൻ ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ ബാറ്റിങ്ങിലെ ഏറ്റവും നെടുന്തൂണായിട്ടുള്ള 2 ആൾക്കാരായിരുന്നു വില്യങ്ങും യാദവും. ഈ 2 പേരുമാണ് ഇന്ത്യനെ ഔട്ട്പ്ലേ ചെയ്തത് ബാറ്റ് കൊണ്ട്. സോ വില്യൻ കളിച്ചില്ലെങ്കിൽ അത് എന്താ പറയാ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അത് എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ രച്ചിൻ രവീന്ദ്രന്റെ പരിക്ക് വില്യങ്ങിന് ഒരു അവസരമേ വന്നു. എനിക്ക് തോന്നുന്നില്ല രച്ചിൻ രവീന്ദ്ര പരിക്ക് മാറിയാലും ഒരു വില്യങ് അങ്ങനെ ചെയ്തു. ഇവരുടെ സ്വീപ്പാണ് ഈ വില്യങ്ങും അതുപോലെ തന്നെ ടോം ലാദവും. അവര് നന്നായിട്ട് സ്പിന്നേഴ്സിനെ സ്വീപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്. സ്പിന്നേഴ്സിനെ അവരെ നിലയുറപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു രീതിക്കും അവരിനെ ട്രബിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവരുടെ ഗൺ ബോളറായ ആരിഫ് റൌഫിന് നിലം തൊടിയിക്കാൻ സമ്മതിച്ചില്ല ശരിക്കും. എനിക്ക് തോന്നുന്നു ഈ ആരിഫ് റൌഫിനെതിരെയുള്ള നമ്മുടെ ഗ്ലെൻ ഫിലിപ്പിന്റെ റെക്കോർഡ് ഭയങ്കര വലുതാണ്. 29 ബോളിൽ നേരിട്ടില്ല അവന് 70 റൺ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് ഓൾറെഡി. ആരിഫ് റൌഫ് എപ്പോഴും നമ്മൾ മിഡിൽ ഓവറിൽ വന്ന് വിക്കറ്റ് എടുക്കുന്നല്ലാതെ പക്ഷം എപ്പോഴും ഒരു ചെണ്ടയാണ്. നല്ല പേസിൽ വന്ന് എറിയും, നല്ല അടിയും കൊള്ളും. ബട്ട് എപ്പോഴെങ്കിലും നല്ല ഷോർട്ട് ബോളൊക്കെ ഒരു ഓവർ നന്നായിട്ട് ചെയ്തിരുന്നായിരുന്നു. ഒരു ടോം ലാദമിന് ഒരു ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു ഓവർ ചെയ്തു. ആ ഒരു സ്പെല്ലിൽ ഒറ്റ ഓവർ മാത്രമാണ് നല്ലൊരു ഓവർ എന്ന് പറയാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഫ്രം ദ ടോസ് എനിക്കും വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു പാകിസ്ഥാൻ ടോസ് വിൻ ചെയ്ത് ബൗളിംഗ് തെരഞ്ഞെടുത്തത്. കാരണം എപ്പോഴും ICC ഇവന്റ്സിലായാലും എപ്പോഴും വൺ ഡേയ്സിലായാലും പാകിസ്ഥാന്റെ റെക്കോർഡ് ചേസിംഗിൽ അത്ര ഗ്രേറ്റ് അല്ല. സോ അവര് പ്രത്യേകിച്ച് ഇപ്പൊ നിലവിലുള്ള ഒരു ടീം മൊത്തം ഒരു കൺവെൻഷണൽ പ്ലേയേഴ്സ് ആണ്. ആകെ അതിലൊരു എക്സ്പെക്ടർ എന്ന് പറയുന്നത് ഫക്കർ സമാനാണ്. ആണെങ്കിൽ കളിയിൽ ഇഞ്ചുറി ആയി പോയി. രണ്ടാമത്തെ ഓവറിൽ തന്നെ ഇഞ്ചുറി ആയി പോയി. അതെ, പാവം. എന്നിട്ട് 1.5 കാലം വെച്ച് കളിക്കാൻ വന്നത്. അത് നമുക്ക് കാണുമ്പോ തന്നെ ഭയങ്കര ഡെസ്പറേറ്റ്. നമുക്ക് ആ ഒരു ഡെസ്പറേറ്റ് കളിക്കാൻ വന്ന് മൂപ്പര് ഒരു കളിക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. ആകെയുള്ള അവരുടെ ഒരു എക്സ്പെക്ടർ പ്ലെയർ ആണ്.
അത് ഫക്കർ സമാൻ വന്നതിന് ശേഷമാണ് സ്കോർ റേറ്റ് ഒന്ന് കൂടിയത്. എനിക്ക് തോന്നുന്നു മേ ബി ഫക്കർ സമാൻ റൂൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇന്ന് കളിച്ചൊരു കണ്ടീഷൻ കാണുന്ന സമയത്ത് അത് ഭയങ്കര പെയിനിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, പാകിസ്ഥാന്റെ ബാബർ അസം മെയിൻ 10 ഓവറിൽ അവർ നേടിയത് 22 റണ്ണാണ് ആകെ. അതെ, 22-ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ മോഡേൺ ക്രിക്കറ്റില് ഈവൻ ടെസ്റ്റ് പോലും ആൾക്കാർ ഇങ്ങനെ ഇത്ര 2 റൺ റേറ്റ് ഒന്നും കളിച്ചു പോകുന്ന തോന്നുന്നില്ല. 90 ബോളില് ബാബർ അടിച്ചത് 64 റണ്ണാണ്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഫസ്റ്റ് 80 ബോൾ പാകിസ്ഥാൻ കളിച്ചത്, അതായത് 10 ഓവർ, അത് പവർ പ്ലേ ഉൾപ്പെടുന്ന 10 ഓവർ കൂടിയാണ്. ഫസ്റ്റ് ഒരു 80 ബോൾ 60 ബോൾ ഡോട്ട് ബോളാണ്. ഒരു ഇന്റന്റ് ഇല്ല. സോ നിങ്ങൾ അങ്ങനെ ഒരുമാതിരി പിച്ചോ അങ്ങനെ അൺഈവൻ ബൗൺസോ ഭയങ്കര ഫയറിംഗ് ലൈനിൽ അവര് വന്ന് ബോൾ ചെയ്യൊന്നും അല്ല. സ്റ്റംപ് ടു സ്റ്റംപ് ബാബർ അസമിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നായിരിക്കും. അവര് ബാബർ അസമിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാതിരിക്കുക, സ്റ്റംപ് ടു സ്റ്റംപ് ബോൾ ചെയ്യുക. അവര് സ്റ്റംപ് ടു സ്റ്റംപ് ബോൾ ചെയ്യുക, ബാബർ അസമും റിസ്വാനും ഓക്കെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നല്ല ഡോട്ട് ബോളൊക്കെ ആകെ അതിനകത്ത് നന്നായിട്ട് ബാറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആകാ സൽമാൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ നന്നായിട്ട് കളിച്ചു. കുഷ്തിൽ നന്നായിട്ട് കളിച്ചു. ആകാ സൽമാൻ വരുമ്പോഴത്തേക്കും തന്നെ കളി ഓൾമോസ്റ്റ് തീർന്നു. അവരൊക്കെ വന്നപ്പോ കളി കഴിഞ്ഞു. പിന്നെ അവിടുന്ന് എടുത്തിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ളത് അൺറിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതന്നെ ഈ നമ്മളൊരു ഇന്റന്റ് കാണിക്കണ്ട. നമുക്ക് അടിക്കാൻ കഴിഞ്ഞില്ല, നല്ലൊരു ഫയറിംഗ് ലൈനിൽ ഒരു ബോൾ വരികയാണ്, നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് സമ്മതിക്കാം ഫസ്റ്റ് ഒരു 5 ഓവറിൽ ഫസ്റ്റ് ഒരു 19-ന് 3 അല്ലെങ്കിൽ 20-ന് 4 എന്നൊക്കെ ആയിരുന്ന സിറ്റുവേഷനിൽ അങ്ങനെ ഷെല്ലിന്റെ ഉള്ളിൽ പോയിട്ട് കളിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പറയാം ഇതൊന്നും പോയിട്ടില്ല. ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നത് ആരെങ്കിലും പറഞ്ഞ് ആ ICCയിലെ ഫസ്റ്റ് റാങ്ക് ബാബർ അസമിന് എഴുതി കൊടുത്ത മതിയെന്ന്. എനിക്ക് ICCയുടെ പറഞ്ഞപ്പോഴാണ് ശുഭ്മാൻ ഗിൽ ഇപ്പോ നമ്പർ 1 ബാബർ അസമിനെ മറികടന്നിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ബാബർ അസം അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ട്രോള് കളിയാക്കെങ്കിലും പഴയൊരു പാകിസ്ഥാൻ ഒരു ഫയറിംഗ് ക്രിക്കറ്റ് ടീമിന് നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് ആരാധകർ നിലയ്ക്ക് ആസ് എ പൊളിറ്റിക്സ് നമ്മൾ എന്ത് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഇപ്പൊ എന്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ ഇന്ത്യ പോയി പാകിസ്ഥാനില് കളിക്കാത്ത തന്നെ വലിയൊരു വിഷമമാണ്. കാരണം പാകിസ്ഥാൻ ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ടീം, ഇന്ത്യ പാകിസ്ഥാൻ അത് പാകിസ്ഥാനിൽ വെച്ച് നടക്കുമ്പോൾ നമുക്കറിയാതെ പാകിസ്ഥാനിൽ ഇഷ്ടം പോലെ പ്ലേയേഴ്സ്, വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് അവിടെ, ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട്. സോ നമ്മളുടെ ഓർമ്മയിലൊക്കെ ഉള്ളത് പാകിസ്ഥാനില് സേവാഗൊക്കെ പോയിട്ട് 3 സെഞ്ചുറി അടിക്കുന്ന കുറെ കാഴ്ചകളൊക്കെയാണ്. സോ ആ ഒരു മൊമെന്റ്സ് ഒന്നും ഇപ്പൊ ഈവൻ റീസെന്റ് അശ്വിനും പറഞ്ഞിരുന്നു റിട്ടയർ ആകുന്ന സമയത്ത് ഏറ്റവും വലിയ ലോസ് എനിക്ക് പാകിസ്ഥാനിൽ അഗെയിൻസ്റ്റ് ഒരു ടെസ്റ്റ് മാച്ച് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു മിസ്സാണെന്ന് അശ്വിൻ അടക്കം പറഞ്ഞിരുന്നു. സോ പൊളിറ്റിക്സ് അപ്പാർട്ട് നമുക്ക് പറയാം. സോ അതാണ് ഇന്നത്തെ കളിനെ കുറിച്ച്. ഇന്നത്തെ കളി എന്താ പറയാ, ഒരു കളിയും വൺസൈഡഡ് ആയി പോകരുത് എന്ന് വിചാരിച്ചു. കാരണം വേൾഡ് കപ്പ് പോലെ വലിയൊരു ടൂർണമെന്റ് അല്ല, ചെറിയൊരു ഒരു ഗ്രൂപ്പ് മാച്ച് ആകെ 3 മത്സരമാണ്. സോ എല്ലാ മാച്ചസും കോമ്പറ്റീറ്റീവ് ആയിരിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഫസ്റ്റ് മാച്ച് തന്നെ ഇനിയിപ്പം ഇന്ത്യയിലെ കളി കൂടി നിർണായകമാകും. ഇന്ത്യയിലെ കളി വളരെ പുറത്തായി പോകും. അത് നീ ആലോചിച്ച് നോക്കാം. അതായത് ഒരു 30 വർഷത്തിന് ശേഷം ഒരു രാജ്യം ഹോസ്റ്റ് ചെയ്യണം, അത് ഇത്രയും കോൺട്രവേഴ്സീസിന് നടുവിൽ ഹോസ്റ്റ് ചെയ്യണം. എന്നിട്ട് അത് ആരാധകർക്ക് അവർക്ക് ഒരു തിരിച്ചൊരു പേ ബാക്ക് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോസ് തന്നെയാണ്. ഇവൻ തിരിച്ചു വരുന്ന വിചാരിക്കാം. ഹോമിൽ കളിക്കുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻസിന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ അബദ്ധമാണ്. പിന്നെ എന്തിനാണ് അവിടെ കോച്ചസും അനലിസ്റ്റും ഒക്കെ കടന്ന് അവിടെ ജോബ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിരുന്നില്ല. കാരണം സെക്കൻഡ് ഇന്നിംഗ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സെക്കൻഡ് ഇന്നിംഗ്സ് നല്ല ടേൺ കിട്ടിയിരുന്നു, ബോള് നല്ല ടേൺ കിട്ടിയിരുന്നു. ടോസിൽ പറഞ്ഞത് ഡ്യൂ വരും, സെക്കൻഡ് ഇന്നിംഗ്സിൽ ബോളിംഗ് ദുഷ്കരമാകുന്നതാണ്. അതെ അതെ അതെ. സാറ്റ്നർ, ബ്രേസ്വെൽ, എനിക്ക് തോന്നുന്നു ഇവരൊരു സ്പിന്നർ ആകെ ഒരു ഒറ്റ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കൊണ്ടുപോയതും ഒരു മിസ്റ്റേക്ക് ആണ് സ്ക്വാഡില്. പിന്നെ ന്യൂസിലാൻഡ് നന്നായിട്ട് ഒരു ടീം പിക്ക് ചെയ്തു, സ്പിന്നേഴ്സ് വന്നു.
പിന്നെ ഇവൻ മിച്ചൽ സാന്റ്നർ എടുത്തു പറയണം, കാരണം അവന്റെ ഡെലിവറീസ് ഒക്കെ അൺപ്ലേയബിൾ ആണ്. മിച്ചൽ സാന്റ്നർ ഒരു ജഡേജയുടെ ഒരു മിറർ ഇമേജ് ആണ്. ആ ബോൾ അക്യുറേറ്റ് ആയിട്ട് ഇട്ടോണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലെങ്ത് ഇട്ടോണ്ടേയിരിക്കും. ബാറ്റ്സ്മാനെ ഡെസ്പറേറ്റ് ആക്കും, എന്നിട്ട് വിക്കറ്റ് എടുക്കും. അതെ, ചെയ്തു. പിന്നെ അവരുടെ ലോക്കി ഫെർഗൂസൺ ഇല്ലാത്തത് അവർക്ക് വലിയ എഫക്റ്റ് ഒന്നും ആയില്ല. എനിക്ക് തോന്നുന്നു നഥാൻ സ്മിത്ത് ആണ് ലോക്കി ഫെർഗൂസന് പകരം വന്നത്. അതെ, ഇതിലും എടുത്തു പറയേണ്ട കാര്യം ഒരു പേസ് ബോളർ, മറ്റേ പുതിയൊരു ബോളർ വില്യം ഒറൂക്കർ. അതെ അതെ, ടോളായിട്ടുള്ള ബോളർ 3 വിക്കറ്റ് ആൾ എടുത്തിട്ടുണ്ട്. മൊത്തത്തില് പാകിസ്ഥാൻ ഇടപെടലുമായി. അതാണ് ഫസ്റ്റ് മാച്ചിൽ നിർണായകമാണ്. പാകിസ്ഥാൻ ഇനി ഒരു മത്സരം മാത്രമേ ഹോം അഡ്വാൻറ്റേജ് ഉള്ളൂ, മറ്റൊരു കളി ദുബായിലല്ലേ. ദുബായിലാണ്. സോ നമുക്ക് പാകിസ്ഥാൻ ന്യൂസിലാൻഡ് വിടാം. ഇനി നമുക്ക് ഹോട്ട് ടോപ്പിക്കിലോട്ട് പോവാം, നാളത്തെ കളി. സോ മേ ബി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ കളി എന്ന് പറയേണ്ടി വരും. നാളത്തെ കളി ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം. എന്താണ് ഫസ്റ്റ് ടേക്ക്, എന്താണ് റംഷാദിന്റെ? എന്നത്തെ പോലെ വേറും വാശിയിലെ മത്സരം തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ബംഗ്ലാദേശിന്റെ എന്ന് കളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഓർമ്മകൾ ഉണ്ടാവുന്നതാണ്. ബംഗ്ലാദേശ് വന്നിട്ടുള്ള ഞങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി ജയിക്കാനാണ് വന്നിരിക്കുന്നതെന്നാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശ് പറയുന്നത് ഇന്ത്യയോട് ഫൈനൽ കളിച്ച് ജയിക്കണം എന്നാണ് അവർ പറയുന്നത്. ഒരു മിനി റൈവൽറി എപ്പോഴും ഉണ്ടാവും ബംഗ്ലാദേശ് ഇന്ത്യ എന്ന് പറയുമ്പോൾ. സോ പ്ലേയിങ് 11 വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല തോന്നുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് എല്ലാ കുറിയും ICC ടൂർണമെന്റിൽ നമ്മളെ വെള്ളം കുടിപ്പിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് വെള്ളം കുടിപ്പിക്കാൻ സാധ്യത ഉണ്ട് ഇപ്രാവശ്യം. അതെ അതെ അതെ, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. കഴിഞ്ഞ ODI വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. സെയിം ടീമിനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നു ഷമിയും അർഷദീപും മേ ബി സ്റ്റാർട്ട് ചെയ്തേക്കാം. അർഷിതാണ് പുറത്തിരുന്ന്. വിരാട് നമ്പർ 3. So Gill and Rohit opening. Virat 3, 4 Shreyas Aksar, KL Rahul, Pandya, Jadeja. KL Rahul പേര് പറഞ്ഞു. Pandya, Jadeja, Kuldeep, Shami, Aksar. Kuldeep, Shami. വരുണിനൊരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യം. ആർക്ക്? വരുൺ ചക്രവർത്തി എനിക്ക് തോന്നുന്നില്ലടാ. എനിക്ക് കുൽദീപ് ആയിരിക്കും അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ. സോ ഒരു ബാക്കപ്പ് ആയിട്ട് ഇൻ കേസ് എന്തെങ്കിലും. എന്തിനാണ് 5 സ്പിന്നറിനെ കൊണ്ടുപോയെന്നുള്ളത് ഒരു ചോദ്യമാണ്. അതെ, അതിലും ബാറ്റിംഗ് ബോളിംഗ് ഓൾറൗണ്ടർമാരാണ് കൂടുതലും. അതെ അതെ അതെ. സോ എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിന്റെ 11 എങ്ങനെയായിരിക്കുന്നത്? തൻസീദ് ഹസൻ, സൗമ്യ സർക്കാരൊപ്പം ഓപ്പൺ ചെയ്ത് നജ്മുൽ ഷാൻഡോ നമ്പർ 3, മുഷ്ഫിഖർ റഹീം, മെഹദി ഹസൻ മിറാസ്, ജയ്ക്കർ അലി, മുഹമ്മദുള്ള, റിഷാദ് ഹുസൈൻ, തൻസീം ഹസൻ, മുസ്തഫിസുർ റഹ്മാൻ, നഹീദ് റാണ. ഷാൻഡോ നല്ല പ്ലെയർ ആണ്. മെഹദി ഹസൻ മിറാസ് നല്ല പ്ലെയർ ആണ്. എപ്പോഴും ഇന്ത്യക്കെതിരെ പെർഫോം ചെയ്യുന്ന പ്ലെയർ ആണ് മെഹദി ഹസൻ മിറാസ്. ദെൻ അവരുടെ റിഷാദ് ഹുസൈൻ. റീസെന്റ് വിരാട് കോഹ്ലി ലെഗ് ബ്രേക്ക് ബൗളേഴ്സിനാണ് വിക്കറ്റ് കൊടുക്കലുള്ളത്. സോ റിഷാദ് ഹുസൈൻ നല്ലൊരു ബൗളറാണ്, നല്ല ഇംപ്രൂവ് ആയിട്ടുള്ള ബൗളറാണ്. സോ റിഷാദ് ഹുസൈൻ വേഴ്സസ് കോഹ്ലി ഒരു മത്സരം കാണാൻ പറ്റുമോ? കോഹ്ലി ICC ഇവന്റ് വരുമ്പോ കോഹ്ലി തിളങ്ങാൻ സാധ്യതയുണ്ട്. അത് നിന്റെ ഫേവറേറ്റ് പ്ലെയറിനെ കുറിച്ച് എന്താണ് നാളെ പറയാനുള്ളത്? രോഹിത് ശർമ്മ ഇതുപോലെ തന്നെയാണ്. ICC ഇവന്റ്സ് വരുമ്പോ ശർമ്മ പുതിയൊരു ശർമ്മയെ മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ, മുന്നത്തെ വേൾഡ് കപ്പ് എല്ലാം എടുത്ത് നോക്കി അറിയാൻ പറ്റും. വേൾഡ് കപ്പിന് മുന്നേ വരെ രോഹിത് ശർമ്മ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കും. പക്ഷെ ICC ഇവന്റ് എത്തിയ വേറൊരു ശർമ്മനെ കാണാം. അപ്പൊ ക്യാപ്റ്റൻ ഫാന്റാസ്റ്റിക് ആവാനാണ് സാധ്യത. പക്ഷെ നാളത്തെ എത്രത്തോളം മിസ് ചെയ്യും ഇന്ത്യ? ബുംറ എന്ന് പറയുന്ന എക്സ് ഫാക്ടർ നമുക്ക് ഈ ഒരു ടൂർണമെന്റിൽ നന്നായിട്ട് മിസ് ചെയ്യും. കാരണം ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ പോകുന്ന ഒരു പ്ലെയർ ആയിരുന്നു, ബോളറായിരുന്നു. ഇങ്ങനത്തെ ഒരു ബോളർ ഇപ്പം നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. അപ്പം അതൊരു ഭയങ്കര മിസ് തന്നെയാണ്. ബാറ്റിംഗിന്റെ സ്ട്രെങ്ത്തിൽ മാത്രം ഈ ടൂർണമെന്റ് നമ്മൾ കണ്ടാൽ മതി. ബോളിംഗ് സ്ട്രെങ്ത്തിൽ മത്സരങ്ങൾ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഈവൻ ഷമി ആയാലും ആ ഒരു ഇഞ്ചുറിന്ന് വന്നതിന് ശേഷം ഒരു പ്രശ്നങ്ങളുണ്ട്, ഉണ്ട്. ഒരു റെസ്റ്റിനെസ് കാണുന്നുണ്ട്. പഴയ ഷമി അല്ല, നമ്മളെ 2023 വേൾഡ് കപ്പിൽ കണ്ട ഷമിയെ അല്ല. 50% പോലും നമ്മൾ കണ്ടിട്ടില്ല. അതെ, പിന്നെ ഷമിയും ICC ഇവന്റ് എത്തിയ ഭയങ്കര പെർഫോമൻസ് ആണ്. ഷമിയും പിന്നെ എനിക്ക് നമുക്ക് റിലയബിൾ ആയിട്ട് തോന്നുന്നത് എനിക്ക് അർഷദീപ് സിംഗ് ആണ്. അതെ, അർഷദീപ് പവർ പ്ലേയില് ഷൈൻ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുൻഫു പാണ്ഡ്യ. നാളത്തെ എന്റെ പിക്ക് എന്ന് പറയുന്നത് ശുഭ്മൻ ഗില്ലായിരിക്കും. ശുഭ്മൻ ഗില്ലാണ് നാളത്തെ. അപ്പൊ ബാബർ അസമിന് നമ്പർ 1 വിട്ടുകൊടുക്കാതെ ഗില്ലിന്റെ കഴിഞ്ഞ കളിയിലെ പെർഫോമൻസ് കാണുമ്പോൾ ആള് ഒരുപാട് ഇമ്പ്രൂവ് ആയി, സ്റ്റോക്ക് പ്ലേയിലാണെങ്കിലും. അതെ അതെ, ബട്ട് നമ്മൾ ബംഗ്ലാദേശിന് ഒരിക്കലും വില കുറച്ച് കാണരുത്. അവരൊരു എപ്പോഴും ഒരു അണ്ടർഡോഗ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യ ആയിട്ട് കളിക്കുന്ന സമയത്ത് അവര് ജയോ തോൽവിയോ എന്നല്ല, എപ്പോഴും നല്ലൊരു ഫൈറ്റ് വന്നിട്ടുള്ള ടീമാണ്. ആ സ്പിരിറ്റുള്ള ടീമാണ്, ജയിക്കാനുള്ള സ്പിരിറ്റുള്ള ടീമാണ് ബംഗ്ലാദേശ്. അതെ, സോ നാളെ നല്ലൊരു മത്സരം ഉണ്ടാവട്ടെ. അപ്പൊ ഒരു സെഞ്ചുറി ഉണ്ടോ രോഹിത് ശർമ്മയുടെ? നാളെ ശർമ്മന്റെ സെഞ്ചുറി ഞാൻ പ്രഡിക്ട് ചെയ്യുന്നില്ല. നാളെ ഞാൻ ശുഭ്മൻ ഗില്ലിന്റെ സെഞ്ചുറി പ്രഡിക്ട് ചെയ്യുന്നു. ശുഭ്മാൻ ഗിൽ. വിരാട് കോഹ്ലിയോ? വിരാട് കോഹ്ലി നന്നായിട്ട് കളിക്കട്ടെ, എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ശർമ്മക്ക് നമ്മൾ എക്സ്പെക്ടേഷൻ കൊടുക്കാൻ പാടില്ല. ലെജൻസ് ആണ് ടീമിലെ. സോ ലെജൻഡറി ആയിട്ട് തന്നെ നാളെ കളിക്കട്ടെ. ശുഭ്മാൻ ഗില്ലാണ് റംഷാദിന്റെ നാളത്തെ ടോപ്പിക്. ഞാൻ ശ്രേയസ് അയ്യറിൽ വെക്കുന്നു ബെറ്റ്. ശ്രേയസ് അയ്യറും ഇപ്പം ശ്രേയസ് അയ്യർ ഇവന്റെ പ്ലാനിലേ ഇല്ല സത്യം പറയാം. ശ്രേയസ് അയ്യർക്ക് 2020 ചാൻസ് കിട്ടാത്തോണ്ടാന്ന് തോന്നുന്നു. വന്നപ്പോ T20 കളിക്കാനാണ് മൂപ്പരുടെ ഹോബി. ശ്രേയസ് അയ്യർ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. നന്നായിട്ട് ഷോർട്ട് ബോൾസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ബോൾസ് കളിക്കുന്നത് കൺസിസ്റ്റന്റ് ആയി പോയി, ആള് ഭയങ്കര കൺസിസ്റ്റന്റ് ആയി പോയി. പണ്ട് ശ്രേയസ് വന്ന ഷോർട്ട് ബോൾ എറിയാന്നുള്ള ടാക്ടിക്സ് ആയിരുന്നു. ഇപ്പൊ അത് പറ്റും തോന്നുന്നില്ല. അടിച്ച് പുറത്തിടുക. അതെ അതെ. പൊതുവിന്റെ പിക്ക് എന്താണ് നാളത്തെ? നാളെ ഇന്ത്യ ജയിക്കും. ആരാണ് പ്രഡിക്ട് ചെയ്യുന്നത് ടോപ്പ് സ്കോർ? ശ്രേയസ് അയ്യർ. ഞാൻ പറഞ്ഞില്ലേ, ശ്രേയസ് അയ്യർ പ്രഡിക്ട് ചെയ്യുന്നത് നാളെ. അപ്പോ ഇന്ത്യ ബംഗ്ലാദേശ്. സോ ആര് ജയിച്ചാലും നല്ലൊരു മാച്ച് ഉണ്ടായിക്കോട്ടെ. അതെ അതെ, ഇന്നത്തെ പോലെ ഒരു വൺ സൈഡ് മാച്ച് ആവാതെ, വൺ സൈഡ് ഉറക്ക ഗുളിക ആവാതിരിക്കട്ടെ കളി. അതെ, ഓക്കെ. സോ സൈനിങ് ഓഫ്. സോ നാളെ നമുക്ക് ഇന്ത്യ ബംഗ്ലാദേശ് കളി കഴിഞ്ഞ് നമുക്ക് അതിന്റെ വിശകലനമായിട്ട് കാണാം. സോ താങ്ക് യു റംഷാദ് ഫോർ ജോയിനിങ്. സോ വ്യൂവേഴ്സിന് റംഷാൻ ഇനിയും ഒരുപാട് വീഡിയോസിൽ പ്രതീക്ഷിക്കാം. സോ ബൈ. താങ്ക് യു.